ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസമായിട്ടുണ്ട് നോമ്പിൻ്റെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ നോമ്പിന് നേരത്തെ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നൊരു സാധനമാണിത്. പക്ഷേ ഇത്തവണ നമുക്ക് ഈ ഒരു സമയത്താണ് ചെയ്യാനായിട്ടൊരു സാവകാശം കിട്ടിയത്. അങ്ങനെ പിന്നെ ഞങ്ങളിന്ന് മുന്തിരി സ്ക്വാഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ പൈനാപ്പിൾ സ്ക്വാഷും കൂടെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് നാളത്തേക്കാക്കാമെന്ന്. അപ്പോൾ ഇന്നലെ രണ്ടിനെയും ഒരുമിച്ചെടുത്തിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ സ്ക്വാഷൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ മെയിൻ താരം ഇവൻ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്കിത് ഇങ്ങനെ സ്ക്വാഷ് നമുക്ക് കുപ്പിയിൽ ഇങ്ങനെ നിറച്ച് വയ്ക്കാം. നല്ല എളുപ്പമാണ്. നമുക്ക് നോമ്പിനൊക്കെ ഇങ്ങനെ സ്ക്വാഷായ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിങ്ങനെ കലക്കിയിട്ട് അടിച്ചാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ സ്ക്വാഷൊക്കെ റെഡിയാക്കി. പിന്നെ ഇത് നമ്മൾ പള്ളിയിൽ കൊടുക്കാനുള്ള ചിക്കൻ കറിയാണ്. ഇത് നമ്മളാണ് കേട്ടോ പള്ളിയിൽ ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി പള്ളിയിൽ കൊടുത്തു വിട്ടതിന് ശേഷം നമ്മൾ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ സമൂസയാണ്. കട്ട്ലേറ്റും സമൂസയൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലോ നമ്മുടെ നോമ്പിൻ്റെ ഒരു വിരുന്നുകാരനെ പോലെ. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം ഒരു കേക്കിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്ത് നിന്നിട്ട് പത്തിരിയൊക്കെ ചൂടാണ്. പക്ഷേ ഇതെൻ്റെ കൈ കണ്ടോ, പത്തിരി ചുട്ട് കൈ മൊത്തം പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നീറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പൊങ്ങി ഏകദേശം തടിച്ചിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ രാത്രി നമ്മൾ പത്തിരിയും നല്ല ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.